ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. എന്തോന്ന്? സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. അത് ആർക്കാ അറിയാത്തത്? ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടാ നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. ഞങ്ങൾ അതിനെ ഗണപതി വട്ടം എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. നമ്മുടെ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഇരു മുന്നണികളും ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ സൂചനയാണത്. ഭയങ്കരം തന്നെ. ചർച്ച ചെയ്യുന്നത് കേരള സ്റ്റോറിയാണ്. കേരള സ്റ്റോറിയാണ് റിയൽ സ്റ്റോറി. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? യഥാർത്ഥ സ്റ്റോറിയാണ് കേരള സ്റ്റോറി. ഇന്നലെ നടന്നതാണ്, ഇന്ന് നടക്കുന്നതാണ്, നാളെയും അത് നടക്കും. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. കേരള സ്റ്റോറി നടന്ന സ്റ്റോറിയാണ്, ഇപ്പോൾ നടക്കുന്ന സ്റ്റോറിയാണ്, ഭാവിയിൽ നടക്കുമെന്ന് ഉറപ്പുള്ള സ്റ്റോറിയാണ്. കാരണം അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാനില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ